അധ്യായം. Let us turn our attention to the book of Daniel chapter 1. 8-9 വാക്യം. Verses 8 and 9. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി. But Daniel made up his mind that he would not defile himself with the king's choice food or with the wine which he drank. So he sought permission from the commander of the officials that he might not defile himself. Now God granted Daniel favor and compassion in the sight of the commander of the officials. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലൊന്ന് കൊണ്ടുവരാം. I would like to bring into your attention what I preached already last week. നമ്മൾ ചിന്തിച്ചത് കോംപ്രമൈസ് ചെയ്യുന്നൊരു ലോകത്തിലാണ്, ഈവൻ ഒരു സ്പിരിച്വൽ വേൾഡിൽ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. Last week we meditated that we are living in a world, though not only in the world but also in the spiritual world also. We are living in a circumstance where we are all tend to compromise. ഹോൾ ബൈബിളിൽ കോംപ്രമൈസ് ചെയ്തവരുടെ എല്ലാം കോൺസിക്വൻസസ് എന്തായിരുന്നു എന്ന് നമ്മൾ ഓടിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു. We looked in a fast pace what are the consequences of those who compromised. എന്നാൽ ദാനിയേലിൻ്റെ ഈ ബുക്കിൻ്റെ പ്രത്യേകത, ഒരു കാരണവശാലും ഒരു വിഷയത്തിലും ദൈവ വിഷയവുമായിട്ടുള്ള ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച ചില ടീനേജ് ബാലന്മാർ. We can see here around a group of teenage boys who are trying to take a decision not to defile themselves in any matter. That's what we meditated. ബാബേലിലേക്ക് ഇവരെ അടിമകളായിട്ട് കൊണ്ടുപോയപ്പോൾ 3 കാര്യം ചേഞ്ച് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ, ബാബേലിന്റെ പ്ലാൻ. When Babylonians captured these 3 boys, they were trying, that king was trying to change 3 matters regarding that boys. ഒന്ന്, അവരുടെ പേര് ചേഞ്ച് ചെയ്യുക എന്നതായിരുന്നു. First, they changed their Hebrew names. അവരുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുക. They were trying to change their identity. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. At that time, these boys didn't respond. രണ്ടാമത്തേത്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കൺവിക്ഷൻ, അവരുടെ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നതായിരുന്നു. Next thing, they tried to change their conviction or the education system or their beliefs. They also agreed with that. അതും വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം ഒരു സെക്കുലർ എഡ്യൂക്കേഷനും അവരുടെ സ്പിരിച്വാലിറ്റിയെ തകർക്കാൻ കഴിയുകയില്ല എന്നവർക്ക് ബോധ്യമായിരുന്നു. They were very sure that no secular education can compromise their spiritual life. മൂന്നാമത്തേത്, അവരുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാനായിട്ട് കൽദയര്, ബാബേൽ ശ്രമിക്കുകയാണ്. The third thing, Chaldeans were trying to change their lifestyle. മൂന്നാമത്തെ കാര്യത്തിന് അവർ പറഞ്ഞു, നോ, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. But to the third thing, when they tried to change their lifestyle, these boys firmly replied, they are not ready. The most corrupting influence of society is changing lifestyle എന്നാണ്. Currently we can see that നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുവാൻ വേണ്ടിയാണ്. ലൈഫ് സ്റ്റൈൽ മാറിയോ നമ്മളും ജാതികളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. When our lifestyle is changed, there is no difference between ordinary people on this earth as well as the Christians on this earth. ഒരു വാക്യം കൊരിന്ത്യൻസിൽ വായിക്കുന്നുണ്ട്, ബാഡ് കമ്പനീസ് കറപ്റ്റ് ഗുഡ് ഹാബിറ്റ്. Amen. സദാചാര വാക്യം മലയാളത്തിൽ വിട്ടുപോയി. ദുരാചാരത്താൽ സദാചാരം കെട്ടുപോകുന്നു. ബാഡ് കമ്പനീസ് കറപ്റ്റ് ഗുഡ് ഹാബിറ്റ്. ആമേൻ. ദുരാചാരത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മനസ്സിൽ വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് 8 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൺകോംപ്രമൈസിങ് ലൈഫ്. അതിനകത്ത് 3 എണ്ണം ഇന്ന് പറയാം. വെരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. I am going to give you 8 characteristics of an uncompromised life. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി കാര്യം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്.
We are all ready to compromise in a lot of matters in our life. നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ബൈബിൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മളിൽ പലരും പോകുന്ന ചർച്ചുകൾ ബൈബിളിന് യാതൊരു പ്രാധാന്യതയില്ലാത്ത ചർച്ചാണ്. We all tend to say that we strongly believe in the book of Bible, but many people go to a church where there is no importance at all for the word of God. നമ്മൾ ചിലപ്പോൾ പറയും അയ്യോ അത് ഭയങ്കര തെറ്റാണ്, അത് ഭയങ്കര പാവമാണ്. പക്ഷേ നമുക്ക് ആ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്യും. റെഡിയാണ്? ഞാൻ പറയുന്ന കാര്യം ശരിയാണോ? Many times we tend to point out certain things and we tend to say that that's really a serious sin. But once we or someone else commit, then we tend to say that that's okay. അങ്ങനൊന്നുമില്ലേ? നമ്മൾ ഞാൻ ഡാളസ് ടെക്സസിലെയൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കള്ളു കുടിക്കാവോ? ഞാൻ അങ്ങോട്ട് വരികയാണ്. When I visited in Dallas area, there was a main question many people asked me, am I allowed to drink wine? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ കോൺഫറൻസിന് പറഞ്ഞു അടുത്ത കോൺഫറൻസ് മുതൽ Q&A വെക്കുന്നതായിരിക്കും, എല്ലാവർക്കും അപ്പോൾ വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. That time when I visited a conference last week, I told them, I suggested them, let us have a Q&A session so that we can answer certain questions. നമ്മൾ ചില കാര്യത്തിൽ ഭയങ്കര ഹൈ മോറൽ സ്റ്റാൻഡേർഡ് പറയും. Certain areas we usually tend to keep a highly moral standards. അത് എനിക്കോ എൻ്റെ മക്കൾക്കോ അതിനകത്ത് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? When we or our family has a compromise in that situation, then we tend to loosen that standard. ശരിയാണോ ഞാൻ ഈ പറയുന്ന കാര്യം? നമ്മൾ പിന്നെ അതിനോട് കുറച്ച് കോംപ്രമൈസ് ആകും, അത് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പാടില്ല. അതൊരു മോഡേൺ ഡേയ്സ് കോംപ്രമൈസിൻ്റെ എക്സാമ്പിൾ ഞാനൊരു 8-10 എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയുന്നില്ല. വേണമെങ്കിൽ ഞാൻ വായിച്ചു നോക്കാൻ അവസാനം തരാം. We tend to compromise certain serious standards once which we kept as a standard. But now we tend to loosen it and then we tend to compromise with all those matters currently. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതിരുന്നൊരു ജീവിതം. We can see here the character of Daniel. He was not at all ready to compromise in his lifestyle. അവര് ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, 3-ാം അധ്യായത്തിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാകുന്നു, 6-ാം അധ്യായത്തിനകത്ത് സിംഹങ്ങളുടെ ഗുഹയിലിടുന്നു. അവിടെ എല്ലാമാണെങ്കിലും ഇവർ 4 പേരുടെയും ആ ഫേം ഡിറ്റർമിനേഷൻ കാണാം. ഒരു കാരണവശാലും കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല ആത്മീയ കാര്യത്തിൽ. These 3 boys we can see in this 3rd chapter as well as in 6 chapters, their life was pertaining to death or their life was endangered. At that situation also, these boys were very firm and they were not ready to compromise their life. ഇവർ ടീനേജേഴ്സ് ആണ്. They were teenagers. ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരും അവിടെ ഇല്ല. There were no family members around ഇവർ them. സ്ലേവ് ആയിട്ട് കൊണ്ടുപോയതാണ്. They were captured as slaves from the ഇവർക്ക് country. ഏറ്റവും ടോപ്പ് ജോലി കിട്ടാനായിട്ടുള്ള ആ പൊസിഷനിൽ അവരിയ്ക്കുകയാണ്. അപ്പോഴും അവരെ റെയിൻ ചെയ്യുന്നത് അവരുടെ അകത്തുള്ള ലോയാണ്, ന്യായപ്രമാണമാണ് എന്നതാണ് നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. They were also being trained in order to get a royal position. At that time also, they were not ready to compromise in their lifestyle at any standards of Babylon. ഞാൻ വായിച്ചൊരു വാചകം ഇങ്ങനെയാണ്: Don't ever compromise to gain something with men and lose something with God. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ വില പേശല്ല, അല്ലെങ്കിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. പറയാം. Amen. ഈ ഒരിക്കൽ പോലും മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കേണ്ടതിന് വേണ്ടി എൻ്റെ താൽക്കാലിക കാര്യങ്ങളെയോ എൻ്റെ ആത്മീയ കാര്യത്തെയോ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം ഓൾവേസ് ബി ട്രൂ ടു ഗോഡ്. ഗോഡ് കൺട്രോൾസ് മെൻ. Amen. Every time think that never compromise with men, even though it's a majority, but always stick with God, though He is the winner and He is the spiritual father for us. ഇവിടെ അൺകോംപ്രമൈസിങ് ലൈഫിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറാണ് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആൻ അൺഅഷെയിംഡ് ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ലജ്ജയുമില്ലാത്ത
ധൈര്യമാണ് ആ ടീനേജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ചെയ്യുന്നത്. 8-ാം വാക്യത്തിനകത്ത് We can see in chapter 1 verse 8, even though they were teenagers, they have an unashamed boldness to take a decision so that they won't compromise with that culture. നിങ്ങളെ വാക്യം കണ്ടോ? ആ ദാനിയേൽ പറയുന്ന കാര്യമാണ്, രാജാവിൻ്റെ ഭോജനം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ തന്നെ താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് തന്നെ വിചാരകനായിട്ട് രാജാവ് നിയമിച്ച ആ ഷണ്ണനോടും പറയുകയാണ്, ഒരു കാരണവശാലും ഞങ്ങളെ ഡിഫൈൽ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. Here we can see Daniel was made up his mind that he would not defile himself with the king's choice food or with the wine which he drank. So he sought permission from the commander of the officials that he might not defile himself. നിങ്ങളൊന്ന്, ഞാൻ ഈ പറയുന്ന കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഇവിടെ ദാനിയേൽ പറയുകയാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഈ വീഞ്ഞും ഈ ആഹാരവും കഴിക്കുകയില്ല. അതിൻ്റെ റീസൺ അവിടെ പറഞ്ഞേക്കുകയാണ്, ഇത് ഞങ്ങളെ ഡിഫൈൽ ചെയ്യും, ഇത് അശുദ്ധമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. Here this teenage boy, he was explaining why he was not ready to compromise with that challenge. He was explaining that this thing will defile ourselves. നമ്മളെ ഒരു പാർട്ടിക്ക് വിളിച്ചെന്ന് കൂട്ടുക, നമ്മളെ ഒരു പാർട്ടിക്ക് വിളിച്ചു. Let us imagine we are invited to a party. ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ ഞാൻ പറയുന്നത്. പാർട്ടിക്ക് വിളിച്ചു. Yeah. വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിരിക്കുന്ന ടേബിളിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത, നമുക്ക് കുടിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് കൂട്ടുക. Let us imagine the table which we are sitting. We were sitting there. There are certain things which we are not able to partake. നമ്മൾ അതിനോട് എങ്ങനായിരിക്കും പ്രതികരിക്കുന്നത്? നമ്മളിൽ പലരും പറയുന്നൊരു കാര്യം ഞാനങ്ങ് പറയാം, അയ്യോ എൻ്റെ ഡയറ്റ് ഇതല്ല, ഇതെൻ്റെ വയറിന് പിടിക്കത്തില്ല, ഇത് കഴിച്ചെനിക്ക് പരിചയമില്ല എന്നൊക്കെയുള്ള ലെയിം എക്സ്ക്യൂസസ് ആണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞതിനകത്തുനിന്ന് ഒഴിയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ അല്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, ഞാൻ അങ്ങോട്ട് വരിക. Practically, if we are sitting in a group in front of a table, we usually tend to say some lame excuses that I am unable to partake with this. ഈ നമ്മുടെ ഇടയിൽ ഒരു പാർട്ടിക്ക് പോയാൽ, ഞാൻ ഒരു മാര്യേജിന് അങ്ങ് ഈസ്റ്റ് കോസ്റ്റ് ചെന്നപ്പം എൻ്റെ അടുത്തും വന്ന് ഈ കള്ളൊക്കെ വിളമ്പിയായിരുന്നു. അന്നേരം ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു, ഞാൻ ഉപദേശിയാണ്, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്ന, ഞാൻ കുടിക്കുകയില്ല എന്ന് അവരോട് നേരിട്ട് പറഞ്ഞു. എന്നാൽ പല ആളുകളും ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കണ്ടായിരുന്നു. പക്ഷെ നമ്മളിൽ പലരുടെ എക്സ്ക്യൂസ് എന്നാണെന്നറിയാമോ? അയ്യോ അടുത്തയാൾ കണ്ടാൽ എന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. Many times our problem is about peer pressure, like what other people are thinking about ourselves. That is the main problem usually ruling us. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ അവരോട് പറയുന്ന എക്സ്ക്യൂസ് എന്തായിരിക്കും? കൃത്യം കാര്യം പറയും, ഐ ആം ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എന്നാണോ പറയുന്നത്? അതോ നിങ്ങളങ്ങ് ആഡ് ചെയ്തോ? ഇതന്നെ ഒരു പുതിയ കാര്യം കേൾക്കുന്നുകൊണ്ടിരിക്കുന്നേ. ഇവിടെ പ്രസംഗിച്ചിട്ട് വേണം എനിക്ക് അടുത്ത മാസം കാലിഫോർണിയ പോയി പ്രസംഗിക്കാൻ. If we are being tempted, what should be our answer? ഇവിടെ തന്നെ എന്നോട് ഇടയ്ക്ക് ചോദിച്ചിട്ടില്ലേ, ചില ബിയർ കുടിക്കുന്നൊക്കെ പ്രശ്നം ഉണ്ടോന്ന് വല്ലോ. ഇത് ഒരിക്കൽ കുടിക്കുന്നവൻ്റെ ചോദ്യം കേൾക്കുമ്പോഴേ അറിയാം, മനസ്സിലായോ? Here also I got certain questions, but I am very familiar. Those who tasted once only have these questions. ഒരാത്മീയൻ എങ്ങനെ മറുപടി പറയേണ്ടതെന്ന് അറിയാമോ? ഇതെൻ്റെ ഡയറ്റ് അല്ല, ഞാൻ കഴിച്ചിട്ടാ വന്നേ, ഞാൻ ഇപ്പോൾ കുടിക്കത്തില്ല. ഇതൊന്നും അല്ല നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഐ ആം ദ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ഇതെൻ്റെ കർത്താവിന് പ്രശ്നമാണ്, ഇത് എന്നെ ഡിഫൈൽ ചെയ്യും. അല്ലാതെ വേറെ ഒരു എക്സ്ക്യൂസും റീസണബിൾ അല്ല. മനസ്സിലാവുന്നോ? We should not put forward any unreasonable reasons in order to avoid certain things. At that time, we need to testify, have the ashamed boldness that I am a child of God and He is a holy God, so I'm not going to take part in this whole unholy thing. പക്ഷേ റിയാലിറ്റി, we were not bold to make clear the spiritual issue at stake. Amen. ഇത് ഞാൻ എന്നോട് പല ആളുകൾ യങ്സ്റ്റേഴ്സ് ചോദിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളെ ആലോചിച്ചാണ് ഞാൻ ഈ സെർമൺ പ്രിപ്പയർ ചെയ്തത് തന്നെ. I prepared this sermon because many youngsters asked this question and I thought about it and I really carefully thought and prepared this message. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ അൺകോംപ്രമൈസ്ഡ് ലൈഫിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ എന്നാണെന്നറിയാമോ? അൺഅഷെയിംഡ് ബോൾഡ്നെസ് ആയിരിക്കും. First characteristics of an uncompromising lifestyle is unashamed boldness.
അകത്ത് ഹോളി സ്പിരിറ്റ് ഉള്ളവന് Amen. ഇത് മുന്നിൽ വെക്കുമ്പോഴേ അറിയാം ഇത് അനുവദനീയമല്ല. If you have Holy Spirit in you, then you came to know very first glance itself whether this is holy or not. ഈ പ്രോവർബിനകത്ത് ഒരു വാക്യമുണ്ട്, ദ ഫിയർ ഓഫ് മാൻ ബ്രിങ്സ് എ സ്നെയർ. മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. എത്ര സീരിയസ് ആണ് ആ വാക്യം. Amen. The fear of man is a snare. വായിച്ചിട്ടില്ലേ ആ വാക്യങ്ങളൊക്കെ? Amen. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ കല്യാണത്തിനും നിങ്ങളുടെ പാർട്ടിക്കും തമ്പുരാൻ അവിടെ ഉണ്ട്, ത്രിയേക ദൈവം അവിടെ ഉണ്ട്. ഈ ഫുഡും ഈ വീഞ്ഞും എന്നെ ഡിഫൈൽ ചെയ്യുമെങ്കിൽ അത് കർത്താവിൻ്റെ ഹൃദയത്തിന് വേദനയാണെങ്കിൽ എൻ്റെ നോ സ്ട്രൈറ്റ് ആയിരിക്കണം. നോ. It always imagine wherever we are gathering a triune God, a holy God's presence is there, and whatever displeases his heart should displease our heart too. ഈ ഡിഫൈൽ എന്ന വാക്ക് ഇവിടെ വായിച്ചാൽ 8-ാം വാക്യത്തിന് ഡിഫൈൽ, ആ വാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചേക്കുന്ന അർത്ഥം എന്നാണെന്നറിയാമോ? അബോമിനേഷൻ എന്ന് പറയുന്നൊരു വാക്കാണ്. അതായത് യഹോവയ്ക്ക് വെറുപ്പ് എന്ന് വായിക്കുന്നില്ലേ ആവർത്തിച്ച് Amen. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത്? ആ സെയിം കാര്യമാണ് ദാനിയേൽ എന്ന 16-17 വയസ്സുള്ള ഒരു ബാലൻ പറയുകയാണ്, അത് യഹോവയ്ക്ക് വെറുപ്പാണ്, ഞങ്ങൾക്ക് അനുവദനീയമല്ല. Here the phrase is used, defile, verb, defile himself. And that is saying, it is actually represented in the Old Testament. It is an abomination or an hatred towards God. നമ്മൾ എത്രമാത്രം അൺഅഷെയിംഡ് ബോൾനെസ് ആയിരിക്കണം. മോശ ഒരിക്കൽ ചെന്ന് ഫറവോനോട് പറഞ്ഞ വാക്കെന്താ? ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഒരു കോംപ്രമൈസും ഇല്ല. We can see another example, Moses, how unashamed boldness he had while he said, he went to Pharaoh and he told, let my people go. 40-ാം സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, ഐ ഡിലൈറ്റ് ടു ഡു യുവർ വിൽ. Amen. ഓ മൈ ഗോഡ്, യുവർ ലോ ഈസ് വിത്തിൻ മൈ ഹാർട്ട്. Amen. എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും? എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഈ ബോധ്യമുള്ളവൻ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യല, അവൻ ബോൾഡ് ഇനഫ് ആയിരിക്കും. Amen. We can see another example. Psalmist was saying that since I was hiding your law in my heart, I cannot sin. We all need to have that example in our life. സങ്കീർത്തനം 71 വാക്യമുണ്ട്, മൈ മൗത്ത് ഷാൽ ടെൽ ഓഫ് യുവർ റൈച്ചസ്നെസ് ആൻഡ് ഓഫ് യുവർ സാൽവേഷൻ ഓൾ ഡേ ലോങ്. Amen. എത്ര ബോൾഡ് ആയിരുന്നു ഡേവിഡ്, Amen. എത്ര ബോൾഡ് ആയിരുന്നു ദാനിയേൽ, എത്ര ബോൾഡ് ആയിരുന്നു മോസസ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് അൺഅഷെയിംഡ് ബോൾഡ്നെസ്. We can see the first characteristics, unashamed boldness. Several characters in the Old Testament, examples, Moses, David and Daniel, they showed unashamed boldness. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയത ഒരു ടേബിളിൻ്റെ നടുവിൽ വെച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, മാർക്ക് 8:38 ഇങ്ങനെ വായിക്കുന്നത്, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ പുത്രനും അവനെക്കുറിച്ച് പിതാവിൻ്റെ മുന്നിൽ പറയാൻ ലജ്ജിക്കും. Amen. We can read in Mark chapter 8 verse 38, for whosoever is ashamed of me and my words in this adulterous and sinful generation, the Son of Man will also be ashamed of him when he comes in the glory of his Father with the holy angels. ഇന്നും കോംപ്രമൈസിന് ഇടം കൊടുക്കാത്തവന് എല്ലായിടത്തു നിന്നും അകൽച്ച ഉണ്ടാകും. അവന് ഫ്രണ്ട്സ് കാണുകയില്ല. പക്ഷേ പത്രോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ട സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് അവനെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത്. Amen. Even Peter also in his epistle mentioned that if you want to live a godly life, you will face a certain problem. If anyone suffer as a Christian, he is not to be ashamed, but is to glorify God in this name. Amen. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, അതിൽ പ്രശംസിപ്പീൻ. പോളിന്റെ ടെസ്റ്റിമണി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Hallelujah.
ഫെലിക്സിന്റെ മുന്നിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പേരുകൾ പറഞ്ഞായിരുന്നു, ഫെലിക്സിന്റെ മുന്നിൽ, ഫെസ്തോസിന്റെ മുന്നിൽ, അഗ്രിപ്പാവിന്റെ മുന്നിൽ നിന്ന് പറയുന്ന കാര്യമാണ്, ഈ ചങ്ങലയൊഴികെ നീയും ക്രിസ്ത്യാനിയാകണം. അൺഅഷെയിംഡ് ബോൾഡ്നെസ്. Another character, Paul, even in front of certain governors, Felix, Festus, and certain King Agrippa, he was so bold enough to say, not only you, but even the chains which you are hearing me should be saved today. 119 സങ്കീർത്തനം 46 വാക്യം സ്ട്രോങ് വേഴ്സ് ആണ്. 119:46 ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് പറയും. വാക്യം കണ്ടോ? ഞാൻ ദാനിയേലിനൊക്കെ ന്യായപ്രമാണം അകത്തുണ്ടായിരുന്നുകൊണ്ട് അവര് പറഞ്ഞു, രാജാവേ, നീ നിർത്തിയ വിഗ്രഹത്തെയോ നിന്നോടോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. സ്ട്രോങ് കൺവിക്ഷൻ ആണ് അവരുടേത്. Unashamed boldness. We can see in the book of Psalms also, David wrote, I will also speak of your testimonies before kings and shall not be ashamed. So we have to bear in our mind there is an unashamed boldness for a Christian who is not ready to compromise. ഇവിടെ ഇരിക്കുന്നവരോട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ പറയാം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയാം, നാളെ നിങ്ങൾക്ക് ഈ ക്രൈസിസ് ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അകത്താത്മനിറവുള്ളവൻ, ട്രൂലി ബോണഗൈനായിട്ടുള്ളവൻ, അൺഅഷെയിംഡ് ബോൾഡ്നെസ്സിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുമ്പോൾ അവിടെ പറഞ്ഞോണം, ഇതെൻ്റെ സ്റ്റൊമക്കിൻ്റെ പ്രശ്നമല്ല, ഇത് എൻ്റെ സ്പിരിച്വൽ റീസണാണ്. എൻ്റെ ആത്മീയത കുരുതി കഴിക്കാൻ ഞാനില്ല. അതുകൊണ്ട് നോ ആയിരിക്കണം നമ്മുടെ സ്ട്രോങ് ആൻസർ. Especially, I would like to encourage all of our youngsters in the coming days. This will be a challenge for you in several occasions. At that time, you should always have an unashamed boldness regarding Christ and His kingdom. ഒന്നാമത്തെ ക്യാരക്ടർ അൺഅഷെയിംഡ് ബോൾഡ്നെസ് ആണ്. അൺകോംപ്രമൈസിങ് ലൈഫിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Amen. First characteristics of an uncompromised life is an unashamed boldness. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് അൺകോമൺ സ്റ്റാൻഡേർഡ് ആണ്. And the second point is an uncommon standard. അൺകോമൺ സ്റ്റാൻഡേർഡ് എന്നാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. What is an uncommon standard? ഈ അൺകോമൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചില ആളുകളെ പറ്റിയൊക്കെ പറയത്തില്ല, അവർ ഭയങ്കര ചർച്ചിയൻസ് ആണെന്ന് പറയും, പക്ഷെ ക്രിസ്ത്യൻസ് അല്ല. Certain people are, we tend to say they are churchians, but they are not എന്ന് Christians. പറഞ്ഞാൽ അവർ ഈ ചർച്ചിൻ്റെ എല്ലാ പരിപാടിക്കും ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും, പക്ഷേ ആത്മീയ കാര്യത്തിന് അവരെ കാണുകയില്ല. There are certain people, they are really engaged with all church activities, but true to the spiritual matters, they were not even being seen. അവരെ ആൾക്കാർ പറയുന്നതാണ് ചർച്ചിയൻസ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. That people were titled as they were churchians, but they were not Christians. അൺഅഷെയിംഡ് ബോൾഡ്നെസ് മാത്രം പോരാ, രണ്ടാമത്തേത് അങ്ങനെയുള്ള ജീവിതം നയിക്കണമെങ്കിൽ അൺകോമൺ സ്റ്റാൻഡേർഡും വേണം. In order to live an uncompromised life, not only we need to possess unashamed boldness, but also we need to have an uncommon standard. അതായത് ഒരു ആവറേജ് വിശ്വാസി എന്നൊക്കെ നമ്മൾ ചിലരെ പറ്റി പറയത്തില്ല. ആവറേജ് വിശ്വാസി എന്താ? സൺഡേ വരും, സ്വത്രാഴ്ച ഇട്ടിട്ടേ പുള്ളി പോവുള്ളൂ. വല്ല പേടിയാ, പോകുന്ന വഴിക്ക് വല്ല അപകടം ഉണ്ടായാലും എന്നാ ചെയ്യുമെന്ന് ഓർത്ത് എന്ത് ചെയ്യും? സ്വത്രാഴ്ച ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ അടുത്തിരിക്കുന്ന ആളെ കൊടുത്തിട്ട് പറയും, ഇതൊന്ന് എന്ത് ചെയ്തേക്കണം. അതിന് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഭൂമി ജീവിക്കുന്നത്. There are certain common Christians, they usually tend not to miss any church services, and they tend to give tithes or offerings also on time. നിങ്ങളെങ്ങനെ അങ്ങനെ ഇടയ്ക്ക് കൊടുത്തിട്ട് പോകാറുണ്ടോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് നിങ്ങളെ അറിയാമല്ലോ. ആര് താമസിച്ച് വരുന്ന, ആര് നേരത്തെ പോകുന്നൊക്കെ എനിക്ക് എക്സാക്റ്റ് അറിയാം. നോക്കിയേ, അൺകോമൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകോംപ്രമൈസിങ് ലൈഫ് നയിക്കാൻ ആഗ്രഹമുള്ളവൻ ഒരു അൺകോമൺ സ്റ്റാൻഡേർഡ് ഉണ്ട്. A person, if that person wants to lead an uncompromised life in this world, they usually have an uncommon standard. ഞാനിങ്ങനെ ഈ ബൈബിൾ പഠിക്കാനായിട്ട് അതിൻ്റെ അനുബന്ധ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം മിഷണറിമാരുടെ ചരിത്രം വായിക്കാറുണ്ട്. അവരൊക്കെ ഒരു ആവറേജ് ബിലീവർ ആയിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും രക്ഷയിലേക്ക് വരുന്ന ഗോസ്പൽ കേൾക്കുമായിരുന്നോ? Amen. I usually tend to read biographies of missionaries. If they were just an ordinary Christians, we never had this chance to hear the gospel. അടുത്ത സെക്കൻഡിൽ മരണം കണ്ടോണ്ടിരിക്കുമ്പോഴും അവർ വിളിച്ചു പറയുന്നത് ജീസസ് ഈസ് ലോർഡ്.
The ജീസസ് ഈസ് ദ only savior. അങ്ങനെ പറയുന്നതിന്റെ പേരാ അൺകോമൺ സ്റ്റാൻഡേർഡ്. Amen. There were missionaries. They were about to hang, or they were facing, about to give their life to God. At that time also, they stood strong and they uncompromised. That is the reason Christianity grew this much. ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈ 12-13 വാക്യത്തിനകത്ത് 12-ാം വാക്യത്തിനകത്ത് ഞാനത് അടുത്തൊരു പോയിന്റായിട്ട് അടുത്ത ആഴ്ച പറയാം. ഡാനിയേൽ പറയാം, പ്ലീസ് ഞങ്ങളെ ഒരു 10 ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. വിജയിക്കുകയാണെങ്കിൽ, ആദ്യത്തെ അപേക്ഷ നടന്നില്ല, മെയിൻ മേൽവിചാരകൻ പറഞ്ഞു നോ 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 എൻ്റെ തലയ്ക്ക് അപകടമാണ്. വീണ്ടും ദാനിയേൽ വിട്ടില്ല. അടുത്തവനോട് എന്ത് ചെയ്യുക? ഇവനും സമ്മതിച്ചില്ലെങ്കിൽ അവർ മരിക്കാൻ തയ്യാറാണ്. Actually, first time Daniel replied, we are not trying to defile ourselves. At that time, that didn't work. Next time also, Daniel was actually asking, please test your servants for 10 days. If that person also didn't agree with that request, they are about to die. നിങ്ങൾ ആ 13-ാമത്തെ വാക്യം കണ്ടോ? അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ ഒത്തുനോക്കണം. Then he was actually explaining, after 10 days, let your appearance be observed in your presence and the appearance of the youths who are eating the king's choice food, and then deal with your servants according to what you see. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. There is an important matter. അവിടെ രാജാവിൻ്റെ ഭോജനം കഴിച്ചുകൊണ്ട് ഇതേ 3 വർഷത്തെ ട്രെയിനിങ് ആണ്. ഇതേ 3 വർഷത്തെ ട്രെയിനിങ്ങിലായിരിക്കുന്ന വേറെ 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. There were almost hundreds of youths. They were also being trained for this royal position, and they were being given this royal treatment. ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം, അവിടെ ആ ട്രെയിനിങ് സ്കൂളിലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ട് ടീനേജേഴ്സ് ആയിട്ടുള്ള ഒരു നല്ല പങ്ക് ആളുകളും യെരുശലേമിൽ നിന്ന് വന്ന ഇസ്രായേലുകാർ തന്നെയായിരിക്കും. We can ഞാൻ think, പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നോ? We can- അതായത് ഓൾറെഡി അവിടെ കോംപ്രമൈസ് ചെയ്ത ആളുകളുണ്ട്. we can see here a group of youths were abducted or captured from Hebrew country Israel. So already there were a group of youths were asked to obey this rule, and we can think that a group already agreed to defile or to do whatever they were asking. നമ്മൾ പറയുന്നത് എന്നാണെന്നറിയാമോ? അവൻ അങ്ങനെ വാങ്ങി, പിന്നെ എനിക്കും അങ്ങനെ. We usually tend to accuse others. Why they were doing that? Why don't I? യങ്സ്റ്റേഴ്സ്, ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. I am hoping that അവിടെ youngsters are- ഓൾറെഡി പള്ളിയിൽ പോയ ന്യായപ്രമാണത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആ പ്രമാണത്തിൻ്റെ പുത്രൻ എന്ന പദവി ലഭിച്ച യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഓൾറെഡി രാജഭോജനം കഴിച്ച് കോംപ്രമൈസ് ചെയ്തവൻ അവിടെ ഉണ്ട്. already there were a group of youths already compromised to eat and drink from the king's table. അതിൻ്റെ നടുവിലാണ് 4 ടീനേജേഴ്സ് എഴുന്നേറ്റെന്ന് പറയാണ്, നോ, ദൈവത്തിന് അബോമിനേഷനായത്, ദൈവരാജ്യത്തിൻ്റെ ഡിഫൈൽമെൻറ്റിന് കാരണമാകുന്നതിനോട് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങളില്ല. ഞങ്ങളൊരു നാച്ചുറലായിട്ട് ഒരു കോമൺ ആളുകളുടെ കൂട്ടത്തിലല്ല, ഞങ്ങൾ അൺകോമൺ ആണ്. ഞങ്ങളുടെ സ്റ്റാൻഡേർഡും അൺകോമൺ ആണ്. At that time, 4 young Hebrew teenagers were standing up with an unashamed boldness. They were saying that we are not like all the other people. We are a little bit strange from others. ഇന്ന് രാവിലെ നമുക്ക് തീരുമാനിക്കാം ഏത് കാറ്റഗറിയിൽ വേണം ഞാനും നിങ്ങളും വരാനായിട്ട്. Today morning, we need to decide which category we are going to belong. എൻ്റെ നിങ്ങളുടെ ജീവിതം ദൈവഹൃദയത്തിന് സന്തോഷമാണോ അതോ ദൈവഹൃദയത്തിന് ദുഃഖമാണോ? നമ്മൾ ക്രിസ്ത്യൻസ് ആണോ അതോ ചർച്ചിയൻസ് ആണോ എന്ന ആത്മപരിശോധന നടത്തണം. We need to think ourselves whether we are a happiness or a joy to our Father, or we are a sad to our Father. And we need to think thoroughly, are we truly a Christian or are we a churchian? 12-ാമത്തെ വാക്യത്തിനകത്ത് കണ്ടോ, രാജാവിൻ്റെ ആഹാരവും രാജാവിൻ്റെ വീഞ്ഞും ഞങ്ങൾ കുടിക്കുകയില്ല. He was firmly saying that we are not going to eat king's choice food or king's wine. എന്തുകൊണ്ടാ ദാനിയേലും
തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ 3 പേരും രാജഭോജനവും രാജവീഞ്ഞും കുടിക്കുകയില്ല എന്ന് തീരുമാനിച്ചത്? Why did these 4 boys, Daniel and 3 friends, why did they were taking a decision that we are not going to eat king's choice food, or we are not going to drink king's wine from the table? കാരണം ഹോൾ ബൈബിൾ വായിക്കുമ്പോണ്ടല്ലോ ഒരു അൺകോമൺ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും വീഞ്ഞു കുടിക്കാൻ അനുവാദം ഇല്ല. ഞാൻ തെളിയിക്കാൻ പോവാ. We can see throughout the Bible, whomever was selected to lead an uncommon standard, they were not approved to drink the wine. എനിക്ക് ചിലതൊക്കെ കണ്ടിട്ട് വളരെ പ്രയാസം തോന്നിക്കൊണ്ട് പറയാം. നമ്മുടെയൊക്കെ കല്യാണത്തിന് കിടന്ന് തലയും കുത്തി മറിഞ്ഞ് ഷാമ്പയിനും പൊട്ടിച്ച് കള്ളും കുടിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഒന്ന്, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാവുന്നോ? ഇവിടെ അകത്ത് പരിശുദ്ധാത്മാവുള്ളവൻ്റെ കല്യാണത്തിന് ഷാമ്പയി പൊട്ടിക്കും. നിങ്ങൾ പറ, അല്ല നോക്കുന്നതിന് പറഞ്ഞേ. Nowadays we can see a lot of അവൻ അവിടെ കിടന്ന് തലയും കുത്തി മറിയുവോ? മറിയല. ലോകത്തിൽ നമ്മുടെ മാത്രമല്ലേ ഉള്ള ഈ പേക്കൂത്തല്ല ഉള്ളത്. വേദപുസ്തകം പ്രസംഗിക്കുന്ന ഏതെങ്കിലും ചർച്ചിൽ ഇത് സമ്മതിക്കുമോ? പ്ലീസ്, അതിന് അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കരുത് കല്യാണത്തിന്. Usually we are seeing a lot of activities in the marriages which is not approved by God, which is hurting our God's heart. We all need to take an uncommon standard when we live in this unholy world. Uncommon standard ഉള്ളവന് വൈൻ കുടിക്കാൻ അനുവാദം ഇല്ല. തെളിയിക്കാൻ പോവാ. There is no allowance to drink wine for those who lead an uncommon standard. ആദ്യത്തെ പ്രീസ്റ്റ് ആയിരുന്നല്ലോ ആരോനും കുടുംബവും, അല്ലേ? അവരോട് എന്താ ലെവിറ്റിക്കസ് 10 നിങ്ങൾ വായിക്കണം, 8-11. ആരോനോട് ഹോളി സ്പിരിറ്റ് പറയുക മോശയിലൂടെ, നിനക്കും നിന്റെ കുടുംബത്തിനും ആ തലമുറയിലെ പുരോഹിതന്മാർക്കും വീഞ്ഞ് നിഷേധമാണ്. കാരണം എന്നാ? ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു ജീവിതമാണ് നീ നയിക്കേണ്ടത്. നീയാണ് ജനത്തിന് മാതൃകയാകേണ്ടത്. യു ഹാവ് ടു അബ്സ്റ്റൈൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. Amen. We can see in the Old Testament, the book of Leviticus, Aaron and his family, they were chosen to lead a priesthood life, and Lord spoke to Aaron clearly saying, do not drink wine or strong drink, neither you nor your sons with you. അങ്ങനെയെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ മഹാപുരോഹിതനും കുടുംബത്തിനും അവൻ്റെ സന്തതി തലമുറയ്ക്കും ഇത് അനുവദനീയമല്ല. കാരണം എന്നാ? നിന്നിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അൺകോമൺ സ്റ്റാൻഡേർഡാണ്. Because in this Old Testament, from a priestly family, God has certain expectation. Especially certain families, they are supposed to lead an uncommon standard. നോക്കൂ എന്താ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മളെ പറ്റി പറഞ്ഞേക്കാം? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ സ്വന്തം ജനവും വിശുദ്ധ വംശവുമാവുന്നു. റൈറ്റ്? ഇതാണ് uncommon standard. Amen. In the New Testament, we can see that we are a selected, chosen generation and a royal priesthood. So our standard is this standard which set in the Old Testament symbol. നാസീർ വ്രതം കേട്ടിട്ടില്ലേ? We are reading Nazarite vows. വായിക്കുന്നില്ലേ ഓൾഡ് ടെസ്റ്റമെന്റിൽ? We are reading that in the Old Testament. Of course, സാംസന്റെ കാര്യം അറിയാമല്ലോ, വീഞ്ഞു കുടിക്കാൻ. അങ്ങനെയെങ്കിൽ നാസീർ വ്രതത്തിന്റെ മീനിങ് എന്നാണെന്നറിയാമോ? യു ആർ സെപ്പറേറ്റഡ് ടു ഗോഡ്. Amen. A Nazarite vow, we all know the familiar person Samson. The Nazarite vow is we are not supposed to touch or drink wine. നമ്മളെ പറ്റി ന്യൂ ടെസ്റ്റ്മെന്റ് വിളിക്കുന്ന ഹോളി പീപ്പിൾ എന്നല്ലേ വിളിക്കുന്നത്? ഹോളി, വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്നല്ലേ വായിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഹോളിയുടെ അർത്ഥം എന്നാ? യു ആർ സെറ്റ് apart from the worldly evil system and you are drawing near to Christ every day. That is the meaning of holiness. Amen. In the New Testament, we can see that we are holy people. We are set apart. So we need to have a certain standard to live a holy life. അങ്ങനെയെങ്കിൽ നാസീർ വ്രതക്കാരന് വീഞ്ഞ നിഷേധമാണെങ്കിൽ ഹോളി പീപ്പിളിന് അനുവദനീയമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. If a Nazarite cannot drink wine, then a holy people also are not supposed to eat or drink undefiling thing. എന്തുകൊണ്ടാണ് ദാനിയേൽ കഴിക്കാഞ്ഞെന്ന് മനസ്സിലായോ?
I think you all know why കാരണം Daniel മേളി didn't drink. വായിക്കുന്നുണ്ട്, രാജകുടുംബത്തിൽപ്പെട്ട ചിലരെ വേണം നീ സെലക്ട് ചെയ്യാൻ എന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെ പറ്റി തിരുവെഴുത്ത് പറയുന്നത് രാജകീയ പുരോഹിത വർഗമാണ്, ദൈവരാജ്യത്തിലെ അംഗമാണ്, ആ മഹാരാജാവിൻ്റെ മക്കളാണ്. ഈ അൺകോമൺ സ്റ്റാൻഡേർഡ് വിട്ട് ഒരു കോംപ്രമൈസ് നമുക്ക് അനുവദനീയമല്ല. We can see here these Hebrew boys were really selected out of many for a specific purpose in the royal priesthood. In the New Testament, we are a holy people, a chosen generation, and we are a royal priesthood. So we are not supposed to lead an unholy life, but we need to have an unashamed boldness and an uncommon standard during our stay on this earth. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ abstain from all kinds of evil. Amen. If we are ready, or if you are taking a decision to live for God, ready to take an uncommon standard and എന്താ lead a holy life. ഇങ്ങനെയുള്ളവർക്ക് വൈൻ നിഷേധിച്ചെന്നറിയാമോ? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കും. സോ ഡോണ്ട് ഡ്രിങ്ക് ഇറ്റ്. Why they were not allowed to drink wine? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ആ കാറ്റഗറിക്ക്? Because they were selected and they were a chosen royal priesthood. When they drink wine, they tend to forget their responsibilities. സദൃശവാക്യത്തിനകത്തൊരു വാക്യമുണ്ട്, 31 അധ്യായം. ഒന്ന് എടുക്കുന്നത് നല്ലതാ. സദൃശവാക്യം 31, പ്രോവർബ്സ് ചാപ്റ്റർ 31 4-6. അതിനകത്ത് 2-3 കാര്യം പറയുന്നുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല. 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വീഞ്ഞ് കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. വായിക്കുന്നുണ്ടോ? We can see in the book of Proverbs chapter 31 verses 4 and 5, it is not for kings to drink wine or for rulers to desire strong drink. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. വായിക്കുന്നുണ്ടോ? And rulers, it is rulers to desire strong drink. കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കണം, നിങ്ങളുടെ മേൽ ഹ്യൂജ് ഉത്തരവാദിത്തങ്ങളുണ്ട്. സോ ഓൾവേസ് ഇതിൽ നിന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളൊരു വ്രതം അനുഷ്ഠിക്കുന്നവരാണ്, നമ്മളെ പുരോഹിതന്മാരാണ്, നമ്മൾ രാജകീയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അബ്സ്റ്റൈൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. Amen. We are selected people. We are leading a royal priesthood life. So we are selected and chosen as priests. So we need to avoid certain unholy things because we have huge responsibilities to carry over. ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരാം. We can turn our attention to New Testament. എഫെസോസിലെ പാസ്റ്റർ ആയിരുന്നല്ലോ തിമോത്തി. ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. The pastor in the church of Ephesus, Timothy. കല്യാണം കഴിച്ച ആളാണെന്ന് തെളിവില്ല നമുക്ക്. There is no evidence that he is a married man. അത്യാവശ്യം ബൈബിൾ കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് ബിലോ 30 ആയിരുന്നെന്നാ. Usually Bible commentators were saying that Timothy was below 30. നിന്റെ യൗവനം തുച്ഛീകരിക്കുക, അങ്ങനത്തെ വാക്കുകളൊക്കെ നോക്കുമ്പോൾ അറിയാം he was below 30. We can see that no one should despise your youthfulness. So we can assume that Timothy might be below 30. ആ തിമോത്തിയോട് പോൾ പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നത്. വെള്ളം മാത്രം കുടിക്കാതെ, അറിയാമല്ലേ, അല്പം ബീജും കൂടെ സേവിക്കുക. വായിക്കുന്നില്ലേ? Timothy was given an advice from Paul. You are not supposed, you can have a little drink in order to have your stomach problems. എന്താ? The point is, it is clear that Timothy didn't customarily drink wine, though that was not specifically commanded of him. He had chosen an uncommon standard. Do you know why Paul mentioned specifically that you can have a little drink? Because Timothy was following an uncommon standard. He was not drinking any of these things. കാരണം തിമോത്തിക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് അവിടെ. ആ മെഡിസിൻ ആയിട്ട് പോലും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവൻ അത് അന്ന് എടുക്കുകയില്ലായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. We can think. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കൂടിക്കേ. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടൊരു പ്രസംഗമായിട്ട് ഞാൻ ചെയ്യാം. ഇത് നമ്മളുണ്ടല്ലോ, നമ്മളെന്നാ ക്ലെയിം ചെയ്യുന്നത്, വി ബിലീവ് ദ ബൈബിൾ. ഇത് നമ്മൾ അത്രയും സൂപ്പർ ക്ലെയിമൊക്കെ അല്ലേ ചെയ്യുന്നത്. പണ്ട് കേരളത്തിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ പോലെ, നമ്മുടെ ക്ലെയിം കേട്ടാൽ നമ്മൾ ഇപ്പം തന്നെ സ്വർഗത്തിൽ പോകുന്ന, പക്ഷേ നമ്മുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഒരു കാലത്ത് നമ്മളെ കൊണ്ടുപോരുന്ന. അതിനെപ്പറ്റിയാണ് ടൈറ്റസിൽ വായിക്കുന്നുണ്ട്, നമ്മളെല്ലാം തിയറിറ്റിക്കലി തിയസ്റ്റ് ആണ്, പ്രാക്ടിക്കലി എത്തിയിസ്റ്റ് ആണ്. ഒരു വാക്കിയില്ലേ?
in Titus we are reading that theoretically we are all theists, but based on our lifestyle we are actually atheists. അങ്ങനെങ്കിൽ പ്രീസ്റ്റിന് കുടിക്കാൻ പറ്റുകയില്ല, നാസീർ വ്രതക്കാരന് കുടിക്കാൻ പറ്റുകയില്ല, റൂളറിന് കുടിക്കാൻ പറ്റുകയില്ല, പാസ്റ്റർക്ക് പറ്റുകയില്ല, പ്രവാചകനോ എന്താ യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞത്? അവൻ വീഞ്ഞും മദ്യവും തൊടരുത്. We can കുടിക്കരുതെന്ന് മാത്രമല്ല, തൊടരുത്. അൺകോമൺ സ്റ്റാൻഡേർഡ്. we already saw priests are not supposed to drink wine, and also Nazarites, separated people are unable to drink that. And also another example, prophet John the Baptist, his parents were commanded to never ever give wine to your son John the Baptist. അങ്ങനെയല്ലേ വായിക്കുന്നത്? എൽഡറിനെ പറ്റി എന്താ തിരുവഴുത്തിൽ വായിക്കുന്നത്? Not given to wine. Amen. Elders are also very clearly mentioned that they are not supposed to touch wine. ഇനി നിങ്ങൾ പറ, കുടിക്കണോ? So let us examine എന്തായാലും ourselves whether it is ബാക്കിയുണ്ടോ കൊണ്ടുപോരാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഉണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇവർ നാളെ സ്കൂളിൽ പോയിട്ട് ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് നമ്മളോട് പറയും, ഇന്ന ആളൊക്കെ ആ ടേബിളിൽ ഉണ്ടായിരുന്നു, ഉപദേശി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം പറഞ്ഞു കൊടുക്കണം, മക്കളെ, ഒന്നാമത്തേത് വേണ്ടേ, പ്രീസ്റ്റിന് ഫാമിലിക്ക് അനുവദനീയമല്ല. Hallelujah. Many times we are going to see in the future time period, people will go and attend certain ceremonies, and kids may come and tell that maybe pastor was sitting there, church members were sitting there and having every enjoyment. But we need to think through deeply. ഇവിടെ ദാനിയേൽ എന്നറിയാമോ, ഈ ഇസ്രയേലിൽ നിന്നും വൈൻ കൊണ്ടുവന്നില്ല, ആ ബാബേലിലെ വൈൻ കുടിച്ചതുമില്ല. അൺകോമൺ സ്റ്റാൻഡേർഡ്. We can see here very clearly Daniel was not drinking the wine from Babylon, and also he didn't even bring some wine from the country where he belonged to. ഈ വൈൻ്റെ അപകടം എത്രയെന്നറിയാമോ? 5-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. ബേൽശസ്സറിന് എന്തുകൊണ്ടാണ് രാജ്യം നഷ്ടപ്പെട്ടെന്നറിയാമോ? And we know ഈ വൈനും കുടിച്ച് കാര്യം മറന്നുപോയി. മനസ്സിലാവുന്നോ? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഫ്രാൻസ് ഇറ്റലിയും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയോട് ഫ്രാൻസ് പരാജയപ്പെടാൻ കാര്യം അവരുടെ ആർമി വൈൻ കുടിച്ചെന്നാണ് ഞാൻ ഹിസ്റ്ററി വായിച്ചത്. Amen. We can see in Belshazzar in the chapter 5, we can see how did he lose his kingdom by having drunk a lot. And then we can see in the Second World War, how did that failure happen to a kingdom? Because they were all drunk at that time. Praise the Lord. Hallelujah. Unashamed boldness. ആ ഉറപ്പകത്തുണ്ടെങ്കിൽ അൺകോമൺ സ്റ്റാൻഡേർഡ്. We need, in order to live an uncompromised lifestyle on this earth, we need to have certain characteristics. One is an unashamed boldness, and the second one is an uncommon ഈ standard. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, 2-3 മിനിറ്റ് ഇവിടെ നിന്നിരുന്നേ. ഈ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ കഷ്ടിച്ച് സ്വർഗത്തിൽ പോകാൻ സ്നാനപ്പെട്ടവരുണ്ട്. എങ്ങനെയെങ്കിലും അകത്തൊന്ന് എന്ത് ചെയ്യണം? കയറണം. There are certain people where they were trying to tend, just about to enter heaven. They were preparing, I just want to just enter into the heaven. പണ്ടൊരാൾ പറഞ്ഞെന്നാ പറയുന്നത്, ദൈവമേ എനിക്ക് വലിയ സീറ്റ് ഒന്നും വേണ്ട, ഒരു ഡോർമാറ്റ് എങ്കിലും ഒന്ന് ആക്കിയാൽ മതി സ്വർഗത്തിലെ. One time a person said that I do not need any positions in heaven. I just want to be a doormat at the footstep of the heavens. അന്നേരം കർത്താവ് പറഞ്ഞ സ്വർഗത്തിൽ ചെളി ഇല്ലാത്തതുകൊണ്ട് ഡോർമാറ്റിന് അവിടെ ആവശ്യമില്ലെന്ന്. That time, it is a story. God replied, there was no dirt, so doormat was not needed in heaven. അങ്ങനെയുള്ളവരോടല്ല സർമൺ. അങ്ങനെയുള്ളവരൊന്നും രക്ഷിക്കപ്പെട്ടതല്ലെന്നേ. നമ്മൾ എന്നാ പറയുന്നേ? ഓൾട്ടർ കോൾ വിളിച്ച് മുന്നോട്ട് പോയി കൈ പൊക്കി കാടെ പേരെഴുതി കൊടുത്ത രക്ഷിക്കപ്പെട്ടെന്ന്. അവന്റെ ജീവിതം കാണുമ്പോൾ അറിയാം അവൻ ക്രിസ്ത്യാനിയാണോ എന്ന്. So there are certain people, they were not truly born again. സ്തോത്രം. Hallelujah. നമ്മുടെ ചർച്ചകളിൽ നിന്ന് സാൽവേഷൻ എന്ന പദവും ബോൺ അഗെയിൻ എന്ന പദവും റീജനറേഷൻ എന്ന പദവും ഒക്കെ നമ്മുടെ ഡിക്ഷണറി പോലും ഇല്ല അല്ലേ? Nowadays in our church or in pulpit, there is not in the dictionary salvation or regeneration or truly born again. അതുകൊണ്ട് ആ എഡ്ജെ കളിക്കുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്. I'm not preaching to those who are just about to trying to enter into the door of heaven. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, an uncompromising life does not play on the edge of what is right. Amen. It chooses that standard which is highest, noblest and the best. Amen. Hallelujah. ഇതാണ് കർത്താവ് നമ്മളെ പറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം.
This is what our Father in heaven, He has an expectation towards each one of us. Praise the Lord. Hallelujah. ഏത് സൊസൈറ്റിയിലും നമ്മളെ കറപ്റ്റഡ് ആക്കുന്നത് സോഷ്യൽ ഡ്രിങ്കിങ്ങും അവരോടൊരുമിച്ചുള്ള ഫെലോഷിപ്പുമാണ്. അതുകൊണ്ടാണ് 1 Thessalonians 5 നമ്മൾ ആവർത്തിച്ച് ഞാൻ പറഞ്ഞ വാക്യം, സകലവിധ ദോഷവും വിട്ട് അകലുവീൻ. Amen. Whichever society we go to and whichever function we are trying to attend in our society currently, we tend to be unholy. So be aware to lead an uncommon standard in order to have an uncompromising life. അതുകൊണ്ട് നാളെ നമ്മളെ ഒരാൾ വിളിക്കുമ്പം പറയേണ്ട എക്സ്ക്യൂസ് വയറുവേദനയാണെന്നല്ല. മനസ്സിലാവുന്നോ? ഇങ്ങോട്ട് നോക്കി വയറുവേദനയാണെന്നല്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കുടിക്കരുത്, കുടിച്ചാൽ ഭയങ്കര. So next time അല്ല, whenever നമ്മുടെ ടേബിളിന്റെ സൈഡിൽ എക്സ്ക്യൂസ് അതൊക്കെയാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ബാൻ ചെയ്തേക്കാണ്. നമ്മളെന്താ? നോ, ഇത് ഡിഫൈൽമെന്റ് ആണ്, ഇത് അബോമിനേഷൻ ആണ്, അൺകോമൺ സ്റ്റാൻഡേർഡ് ആണ്. തിരുവെടുത്ത് എന്നോട് ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ എഡ്ജെ കളിക്കുന്നവനല്ല, ഒരു നോബിളസ്റ്റ് ആയിട്ടുള്ള, ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള, ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഇതാണ് ആത്മീയത കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. So whenever next time you are invited to take part in any kind of social drinking or any type of social things, at that time we need to have an unashamed boldness to say whom we are carrying and whose we are, so that we can have a very uncommon standard in the society. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചോ അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ? So I believe you must have took a decision before participating in another occasion. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നോട് വളരെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞൊരു വാചകം ഇപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. ഉപദേശി, നിനക്ക് പെന്തക്കോസിൽ മാർക്കറ്റ് ഇല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. One of my best friends told me that, Pastor, you do not have a best place in this current Christianity. പക്ഷേ നമ്മൾ ഈ ചർച്ചിലെ ആളുകൾ എഡ്ജയിലെ ഗുഡ് നോക്കേണ്ടവരല്ല, ഹൈയസ്റ്റ്, noblest, the best. I would like to invite you, our church members should always aim for the best. തിരുവെഴുത്ത് വായിക്കുന്ന വാക്കുണ്ട്, അത് നിങ്ങളുടെ നെറ്റിയിൽ എഴുതണം. Amen. Amen. It is very clearly wrote in the book of scriptures that we have to write the law on our foreheads. നമ്മുടെ കൺവിക്ഷൻ നമ്മളെ കാണുന്നവന് മനസ്സിലാകണം. Whenever other people see us, they should be convicted by looking at നമ്മുടെ our ഫോർഹെഡ് എഴുതുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും എഴുതണം. അങ്ങനെയല്ലേ വായിക്കുന്നേ? We need to write down the laws not only on our foreheads but also inside each one of our hearts. എന്തിനാ അകത്തെഴുതുന്നേ? എനിക്കറിയണം, ഞാൻ അങ്ങനാണ്. If we bear the scripture inside us, then it will teach us or it will instruct us how to live in our life. ഫോർഹെഡ് എഴുതുന്നേ? എന്നെ കാണുന്നവൻ പറയണം, നോ 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 നോ, അവൻ കർത്താവിനെ ഫോളോ ചെയ്യുന്നവനാണ്. Why are we needing to write it down on the forehead? Because other people, when they see us, they can read clearly. Uncompromising life does not play on the edge of what is right. It chooses that standard which is highest, noblest and best. അടുത്തത് 2 കാര്യമേ പറഞ്ഞുള്ളൂ, മിക്കവാറും നീണ്ടു പോവായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ഐപിക്കോസിലെ ദൈവമക്കൾ, ഈ നമ്മളെ കേൾക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, തമ്പുരാനിതാണ് നമ്മിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അൺഅഷെയിംഡ് ബോൾഡ്നെസ്. അതാണ് അൺകോംപ്രമൈസ് ലൈഫിൻ്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തേത് അൺകോമൺ സ്റ്റാൻഡേർഡ്. മൂന്നാമത്തേത് എൻ്റെ അർത്ഥം എന്നാ അറിയാമോ? ദൈവം രാജാവിനെ കൊണ്ട് കനിവ് തോന്നിപ്പിക്കുകയാണ്. അൺഎർത്തലി പ്രൊട്ടക്ഷൻ. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പൊന്നുനാമം, ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. തികച്ചു നാമൊരുങ്ങി നിൽക്കാൻ പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാമൊരുങ്ങി നിൽക്കാൻ പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധ
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങീടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീടാം. ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കാതിരതീരുന്നതാ ഒരുങ്ങീടാം. ലോകമോഹങ്ങൾ കാതിരതീരുന്നതാ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മേഘാരുടെ നായി വന്നിടുവേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. മേഘാരുടെ നായി വന്നിടുവേ 10,000 പേർകളിൽ സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിനി ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം.
സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, Praise സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ സഭയായി ഒരുമിച്ച് കർത്താവെ നിന്റെ പാദത്തിൽ കടന്നു വരുവാൻ, കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കർത്താവെ, ആരംഭം മുതൽ ഈ സമയം വരെയും കർത്താവെ നീ നിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവെ നീ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവെ. ദൈവത്തിന്റെ ഇഷ്ടമോ ഞങ്ങളുടെ ശുദ്ധീകരണം തന്നെ കർത്താവേ. Yes, Lord. Hallelujah. ജീവിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ദാനിയേലിന്റെ കർത്താവെ ഹല്ലേലൂയ കേൾക്കുവാൻ ഇടയായല്ലോ കർത്താവെ. ഹല്ലേലൂയ. രാജാവിന്റെ ഭക്ഷണത്തിൽ നിന്നും കർത്താവെ ഹല്ലേലൂയ രാജാവ് കുടിക്കുന്ന പാനീയത്തിൽ നിന്നും ഒന്നും കർത്താവെ അവൻ തന്നെ കർത്താവെ അശുദ്ധനാക്കാതെ ദൈവമേ ശുദ്ധീകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളും കർത്താവെ ഞങ്ങളെ തന്നെ കർത്താവെ ശുദ്ധ കർത്താവെ കാവൽ ചെയ്ത് ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ ഓരോ സാഹചര്യത്തിലും കർത്താവെ ഞങ്ങൾ കാണിക്കേണ്ട ആ ബോൾഡ്നെസ് കർത്താവെ അത് കാണിക്കുവാനും കർത്താവെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ വരുന്ന ആഴ്ചകളിൽ കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ദൈവങ്ങളും നീ ഞങ്ങൾ തന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സുസൂചിച്ച ദേവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. വരുന്ന ദിവസങ്ങളിലും കർത്താവ് വചനത്തിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പാനൊക്കെ നീ ഞങ്ങളെ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കടന്നു വരാൻ കഴിയാതെ കർത്താവ് വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആരുടെയും കൂടെ കർത്താവ് ദൈവനാമം ദുഷിക്കുന്ന ഒരു പ്രവൃത്തിയും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവങ്ങൾ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരൂവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകലും ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ വേഗം വരണമേ. താങ്ക് യു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? റോബിനും കുടുംബത്തിനും പ്രത്യേകം താങ്ക് യു. I am not responsible.